വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം സമർപ്പിച്ചുകൊണ്ട് ശിഷ്യൻ ഗുരുവായ ഗുർജീഫിന് എഴുതി, എൻ്റെ സുഖനിദ്രയെ കെടുത്തിക്കളഞ്ഞ, എൻ്റെ ഉറക്കത്തെ ശല്യം ചെയ്ത മനുഷ്യന് ഞാനിത് സമർപ്പിക്കുന്നുവെന്ന്. ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബുദ്ധനും യേശുവും ഓഷോയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ശല്യക്കാരാണ്. കാരണം നമ്മൾ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ടുറങ്ങുമ്പോൾ അവർ നമ്മളെ കുലുക്കി വിളിച്ചുണർത്തും. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 41-ാമത്തെ വിധിയിൽ ശിവൻ പറയുന്നു, ഒരു തന്ത്രീവാദ്യത്തിന് കാതോർക്കുക, അതിലെ ശ്രുതികൾക്കിടയിലൂടെ ഒഴുകുന്ന കേന്ദ്രലയത്തെ കേട്ടറിയുകയെന്ന്. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന നട്ടെല്ല് പോലെ സംഗീതത്തിനുമുണ്ട് ഒരു അദൃശ്യമായ നട്ടെല്ല്. പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൽ മയങ്ങിപ്പോകാതെ ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ജാഗ്രതയോടെ തുളച്ചു കയറലാണ് ധ്യാനം. പക്ഷേ ഇന്ന് നമ്മൾ സംഗീതത്തെ ഉപയോഗിക്കുന്നത് ധ്യാനിക്കാനല്ല, പകൽ മുഴുവനുമുള്ള ക്ഷീണവും സങ്കടങ്ങളും മറന്ന് ഉറങ്ങാനുള്ള ഒരു മയക്കുമരുന്നായിട്ടാണ്. നമ്മയൊക്കെ ഉണർത്താൻ മഹാന്മാരായ ഋഷികൾ തന്ന വിദ്യയെ നമ്മൾ സ്വയം മയക്കുവാനുള്ള മയക്കുമരുന്നാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഉള്ളിലെ യഥാർത്ഥ ആന്തരിക സംഗീതം കണ്ടെത്തിയാൽ പുറത്തുള്ള ഉപകരണങ്ങളെ നമുക്ക് ആവശ്യമില്ലാതായി മാറും. പ്രിയമുള്ളവരെ, നമസ്കാരം. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ 41-ാമത്തെ വിദ്യയിലൂടെ ശിവഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ശബ്ദത്തെയും നാദത്തെയും ഒരു പാലമാക്കി മാറ്റിക്കൊണ്ട് ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് കടക്കുവാനുള്ള 5-ാമത്തെ വഴിയാണ്. ഭഗവാൻ പറയുന്നത് ഒരു തന്ത്രീവാദ്യത്തിന് കാതോർക്കുവാനാണ്. തന്ത്രിവാദ്യങ്ങൾ കേൾക്കുമ്പോൾ അവയുടെ കേന്ദ്രസ്ഥമായ ആ ലയത്തെ കേട്ടറിയുകയും അങ്ങനെ സർവവ്യാപിയാകുകയും ചെയ്യുകയെന്ന്. തന്ത്രിവാദ്യം എന്ന് പറഞ്ഞാൽ കമ്പികളുള്ള വാദ്യോപകരണങ്ങളാണ്. നമ്മുടെ സിത്താർ, വീണ, തമ്പുരു അല്ലെങ്കിൽ വയലിൻ പോലുള്ളവ. നമ്മളൊരു സിത്താർ വായനയോ അല്ലെങ്കിൽ മനോഹരമായ ഒരു പാട്ടോ കേൾക്കുകയാണെന്ന് കരുതിയാൽ അതിൽ നിന്ന് ഒരുപാട് സ്വരങ്ങളും വ്യത്യസ്ത ശ്രുതികളും ഈണങ്ങളും ഉയർന്നു വരും. ആ വരുന്ന 100,000 ശബ്ദങ്ങൾക്കിടയിൽ അതിനെയെല്ലാം കോർത്തിണക്കുന്ന, അതിൻ്റെയൊക്കെ നടുവിലൂടെ ഒഴുകുന്ന ഒരു കേന്ദ്രലയത്തെ അഥവാ ആന്തരിക ധാരയെ നിങ്ങൾ കണ്ടെത്തണമെന്നാണ് ശിവഭഗവാൻ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ ഒന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ കൈകളുണ്ട്, കാലുകളുണ്ട്, തലയുണ്ട്, വിരലുകളുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം താങ്ങി നിർത്തി നമ്മെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് നമ്മുടെ നട്ടെല്ലാണ്. ആ നട്ടെല്ലില്ലെങ്കിൽ നമ്മുടെ ശരീരം തകർന്നു പോകും, നമുക്ക് നേരെ നിൽക്കുവാനൊന്നും കഴിയില്ല. ഇതുപോലെയാണ് സംഗീതവും. നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലെ ഈണങ്ങളും രാഗങ്ങളും വരികയും പോവുകയും ചെയ്യും. ചില സ്വരങ്ങൾ ഉയരും, ചിലത് അപ്രത്യക്ഷമാകും. എന്നാൽ അതിനെയെല്ലാം ഒരു മുത്തുമാലയിലെ നൂലുപോലെ ഉള്ളിൽ കോർത്തിണക്കി പ്രവഹിക്കുന്ന ഒരു ആന്തരിക നട്ടെല്ല് ആ സംഗീതത്തിനുമുണ്ട്. പാട്ടിലേക്ക് വെറുതെ നോക്കാതെ അതിലേക്ക് തുളച്ചു കയറി ആ കേന്ദ്ര ബിന്ദുവിനെ, ആ നട്ടെല്ലിനെ പിടിച്ചെടുക്കുവാനാണ് ശിവഭഗവാൻ നമ്മോട് പറയുന്നത്. അങ്ങനെ ആ സംഗീതത്തെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ ചിതറിപ്പോകില്ല, മനസ്സ് തികച്ചും ഏകാഗ്രമായി മാറും. നമ്മൾ സാധാരണയായ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങോട്ടൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുണ്ട്. പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ഏതോ ഓർമ്മകളിലേക്ക് പോകും. എന്നാൽ തന്ത്രശാസ്ത്രം പറയുന്നത് സംഗീതം കേൾക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ജാഗരൂകനായിരിക്കണമെന്നാണ്. ആ ഒഴുകുന്ന സ്വരങ്ങളുടെ പുറകിലുള്ള ആ അദൃശ്യമായ നട്ടെല്ലിനെ, ആ ലയത്തെ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് തൊട്ടറിയണം. ആ കേന്ദ്രബിന്ദുവിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പുറത്തുള്ള ബഹളങ്ങളെല്ലാം മാറി നമുക്കുള്ളിൽ വലിയൊരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. ബാഹ്യമായ ഈ സംഗീതത്തിൻ്റെ നട്ടെല്ലിനെ ശ്രദ്ധിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സംഗീതത്തിലേക്ക് കടക്കേണ്ടതെന്ന് നമുക്കിനി മനസ്സിലാക്കാം.
ധ്യാനമില്ലാത്ത സംഗീതം ആത്മാവില്ലാത്ത വെറുമൊരു ശരീരം പോലെയാണ്. കലയെ വിനോദമാക്കാതെ ബോധത്തിലേക്കുള്ള വഴിയാക്കുക. നമ്മൾ മനസ്സിലാക്കിയത് സംഗീതത്തിൻ്റെ ആ അദൃശ്യമായ നട്ടലിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരും ഗുരുക്കന്മാരും സംഗീതത്തെ ധ്യാനവുമായി ഇത്രയധികം ബന്ധിപ്പിച്ചതെന്നാണ്. അടിസ്ഥാനപരമായി പണ്ട് ഭാരതത്തിൽ സംഗീതവും നൃത്തമൊക്കെ വികസിപ്പിച്ചെടുത്തത് ഇന്നത്തെ പോലെ വെറും ഒരു വിനോദത്തിനും കല്യാണത്തിനും പെരുന്നാളുകൾക്കും ബഹളം വെക്കാനായിരുന്നില്ല. മറിച്ച് ധ്യാനത്തിലേക്ക് കടക്കാനുള്ള ഒരു വലിയ ചവിട്ടുപടിയായിരുന്നു. അത് പാടുന്ന സംഗീതജ്ഞനെ അല്ലെങ്കിൽ ആടുന്ന നർത്തകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗാഢമായ സമാധിയായിരുന്നു. അതുപോലെ തന്നെ അത് കണ്ടിരിക്കുന്ന സദസ്സിനെ അല്ലെങ്കിൽ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ധ്യാനമാർഗമായിരുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു സംഗീതജ്ഞന് വലിയ സാങ്കേതിക വിദ്യകൾ അറിയാമായിരിക്കാം. അവരുടെ വിരലുകൾ അതിവേഗത്തിൽ സിത്താറിലൂടെ ചലിപ്പിക്കാനും ഉച്ചത്തിൽ നന്നായി പാടാനും അയാൾക്ക് കഴിഞ്ഞേക്കും. എന്നാൽ യാതൊരു ധ്യാനവും അതിലില്ലെങ്കിൽ അയാൾ ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമാണ് അവിടെ. അയാളുടെ സംഗീതത്തിൽ ശരീരം മാത്രമേ ഉണ്ടാകൂ. അതിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരിക്കുകയില്ല. ആ ആത്മാവ് അവിടെ വന്നു ചേരുന്നത് ആ സംഗീതജ്ഞൻ തൻ്റെ ഉള്ളിൽ ഒരു ധ്യാനിയായി മാറുമ്പോൾ മാത്രമാണ്. തൻ്റെ സിത്താർ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യഥാർത്ഥ കലാകാരൻ അത് വായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അയാൾ തനിക്കുള്ളിലെ ജാഗ്രതയെ കൂടി ആവാഹിച്ചു നിർത്തുകയാണ്. സിത്താർ വായന ബാഹ്യമായി പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ബോധമുള്ളിൽ ഏറ്റവും വലിയ ഉണർവിലായിരിക്കും. സംഗീതം പുറത്തേക്ക് പ്രവഹിക്കുന്നു, എന്നാൽ അയാളുള്ളിൽ അതീവ ജാഗ്രത ഉള്ളവനാണ്. ആ നാദത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കേന്ദ്ര ബിന്ദുവിനെ കുറിച്ച് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് അയാളെ സമാധിയിലാക്കുന്നത്. അതാണ് അയാളിൽ ആനന്ദാനുഭൂതിയായി നിറയുന്നത്. ഇതുപോലെ ആ സംഗീതം കേൾക്കുന്ന നമ്മളും പുറത്തുള്ള ശബ്ദങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കാതെ അതിനുള്ളിലെ ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധ തിരിക്കണം. അപ്പോൾ നിങ്ങൾക്കും അതേ ആനന്ദം അനുഭവിക്കാൻ കഴിയും. എന്നാൽ ബാഹ്യമായ ഈ സംഗീതത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് നമുക്കുള്ളിലെ യഥാർത്ഥ ആന്തരിക സംഗീതത്തിലേക്ക് കിടക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടക്കത്തിൽ നമ്മെ താങ്ങി നിർത്താൻ പുറത്തുള്ള സംഗീതം നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്കുള്ളിലെ സംഗീതം കേട്ടു തുടങ്ങിയാൽ പുറത്തുള്ളതൊക്കെ വെറും ഉപദ്രവമായി നമുക്ക് തോന്നും. ഇനി നമുക്ക് ഇതിൻ്റെ വിസ്മയകരമായ അടുത്ത ഒരു രഹസ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ആത്മീയ ചരിത്രത്തിൽ അതീവ വിചിത്രമായ ഒരു വാചകമുള്ളത്, യഥാർത്ഥ സംഗീതജ്ഞൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ തൻ്റെ സംഗീതോപകരണത്തെ തച്ചുടയ്ക്കും, അല്ലെങ്കിൽ അത് ദൂരേക്ക് വലിച്ചെറിയുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നാം. പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന, വർഷങ്ങളായി കൂടെ കൊണ്ട് നടക്കുന്ന വീണയോ സിത്താറോ ഒരു കലാകാരൻ എന്തിനാണ് വലിച്ചെറിയുന്നതെന്ന്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായ ഒരു നാടൻ ഉദാഹരണം നോക്കാം. നമ്മൾ ആറ്റിലോ കുളത്തിലോ നീന്തൽ പഠിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വെള്ളത്തിൽ താന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരു തടിക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ കൊട്ടത്തേങ്ങയോ തെർമോക്കോളിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ കെട്ടിവെക്കും. അത് കെട്ടിവെക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ താഴാതെ ഇരിക്കും. എന്നാൽ നമ്മൾ നീന്തൽ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തടിക്കഷ്ണമോ പ്ലാസ്റ്റിക് കുപ്പിയോ നമ്മൾ കൂടെ കൊണ്ട് നടക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? നമ്മളത് ദൂരേക്ക് വലിച്ചെറിയും. കാരണം ഇപ്പോൾ നമുക്ക് സ്വയം നീന്താൻ അറിയാം. ഇനി അതുകൊണ്ട് നീന്തിയാൽ നീന്തലിന് തടസ്സമാവുകയുള്ളൂ. ഇതുപോലെയാണ് പുറത്തുള്ള സംഗീതവും. തുടക്കത്തിൽ നമുക്കുള്ളിലെ ജാഗ്രതയെ ഉണർത്താൻ പുറത്തുള്ള സിത്താറും വീണയും ഒക്കെ നമ്മെ സഹായിക്കും. എന്നാൽ നമ്മൾ ആ പുറത്തുള്ള നാദത്തിൻ്റെ നട്ടലിനെ ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് നീങ്ങുമ്പോൾ അവിടെ നമ്മുടെ ബോധം ഉള്ളിലെ സംഗീതത്തെ കണ്ടെത്തും. പുറത്തെ ശബ്ദങ്ങളെല്ലാം നിലച്ചാലും ഉള്ളിൽ അതീവ മനോഹരമായ ഒരു ആന്തരിക നാദം പ്രവഹിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഒരിക്കൽ നമുക്കുള്ളിലെ ആ ആന്തരിക സംഗീതം നമ്മൾ കേട്ടു തുടങ്ങിയാൽ പിന്നെ
പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ നമുക്ക് ഒരു ഉപദ്രവമായി തോന്നും. അപ്പോൾ നമ്മൾ പുറത്തുള്ള സിത്താർ ദൂരേക്ക് മാറ്റിവെക്കും. കാരണം നമുക്കുള്ളിലെ സംഗീതം കണ്ടെത്തിയവന് പുറത്തുള്ള ഒരു ഉപകരണവും ആവശ്യമില്ലാതായി മാറും. എന്നാൽ ഇന്നത്തെ മനുഷ്യനൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സംഗീതത്തെ ധ്യാനിക്കാനല്ല, പകരം മദ്യത്തെ പോലെ സ്വയം മറക്കാനും ഉറങ്ങാനുമാണ് ഉപയോഗിക്കുന്നത്. പകൽ മുഴുവനുമായുള്ള സങ്കടങ്ങളും ക്ഷീണവും മറക്കാൻ, അല്ലെങ്കിൽ കുറച്ചു നേരം വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളിന്ന് പാട്ടുകൾ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെ ഉണർത്താൻ വേണ്ടി മഹാന്മാരായ ഋഷിമാർ ഉണ്ടാക്കിയ വലിയൊരു വിദ്യയെ നമ്മളെ തന്നെ ഉറക്കാനുള്ള ഒരു മയക്കുമരുന്നാക്കി മാറ്റിക്കളഞ്ഞു. ഇതാണ് മനുഷ്യൻ തന്നോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ വികൃതി. നമ്മെ ഉണർത്താൻ വേണ്ടി തരുന്ന വിദ്യകളെ പോലും നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഉറക്കാൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളെക്കുറിച്ചും നമ്മുടെ സുഖനിദ്രയെ കെടുത്താൻ വരുന്ന ഗുരുക്കന്മാരെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. സംഗീതത്തെയും നൃത്തത്തെയുമൊക്കെ നമ്മൾ നമ്മെ ഉറക്കാനുള്ള മയക്കുമരുന്നാക്കി മാറ്റിയതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. പണ്ടുകാലത്ത് ഇത്തരം രഹസ്യ ധ്യാന വിദ്യകൾ സാധാരണക്കാർക്ക് കൊടുക്കാതെ ഉണരാൻ സന്നദ്ധരായ കുറച്ച് ശിഷ്യന്മാർക്ക് മാത്രം രഹസ്യമായി നൽകിയിരുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഉറങ്ങുന്നവന് ഈ വിദ്യ നൽകിയാൽ അവനത് ഉറങ്ങാൻ തന്നെ ഉപയോഗിക്കും. ഒരു ആത്മീയ അന്വേഷകൻ തൻ്റെ പ്രശസ്തമായ പുസ്തകം ഗുരുവായ ഗുർജീഫിന് സമർപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു വാചകമുണ്ട്. എൻ്റെ ഉറക്കത്തെ വിഘ്നപ്പെടുത്തിയ, എൻ്റെ സുഖനിദ്രയെ കെടുത്തിക്കളഞ്ഞ ആ മനുഷ്യന് ഞാനിത് സമർപ്പിക്കുന്നുവെന്ന്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബുദ്ധനായാലും യേശു ആയാലും ഓഷോയായാലും അങ്ങനെ ഏതൊക്കെ ഗുരുക്കന്മാരായാലും അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ശല്യക്കാരാണ്. കാരണം നമ്മൾ ഉള്ളിൽ മനോഹരമായ കുടുംബത്തിൻ്റെയോ പണത്തിൻ്റെയോ പ്രശസ്തിയുടെയോ ഒക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങുമ്പോഴായിരിക്കും ഈ ഗുരുക്കന്മാർ വന്ന് നമ്മുടെ തോളിൽ പിടിച്ച് കുലുക്കി വിളിക്കുന്നത്. നമ്മൾ കാണുന്ന ആ സ്വപ്നം എത്ര സുന്ദരമാണോ അത്രയും കൂടുതൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യും. ആ സ്വപ്നം മനോഹരമായിരിക്കാം, മനോഹരമല്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അത് സ്വപ്നമാണ്. അത് നിഷ്ഫലവും ഉപയോഗശൂന്യവുമാണ്. അത് സുന്ദരമാണെങ്കിൽ അത് കൂടുതൽ അപകടകരവുമാണ്. കാരണം അതിന് നമ്മെ കൂടുതൽ മയക്കിക്കളയാൻ കഴിയും. പണ്ട് യേശുവിനെ കുരിശിലേറ്റിയതും സോക്രട്ടീസിന് വിഷം നൽകിയതുമെല്ലാം നമ്മുടെ സുഖനിദ്രയെ അവർ ശല്യപ്പെടുത്തി എന്ന ഒരൊറ്റ കാരണത്താൽ മനുഷ്യൻ്റെ പ്രതികാരം തീർക്കലായിരുന്നു. നമ്മൾ എത്രത്തോളം ഉള്ളിൽ ഉറക്കത്തിലാണോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ കാമാസക്തിയും ഭയവും നിറഞ്ഞു നിൽക്കും. എന്നാൽ ഈ സംഗീത ധ്യാനത്തിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉണർച്ചയുള്ളവനാകുമ്പോൾ ഉള്ളിലെ ആ ലൈംഗികോർജ്ജവും വികാരങ്ങളും മുഴുവൻ പരമമായ സ്നേഹമായി രൂപാന്തരപ്പെടും. ഈ 41ാമത്തെ വിദ്യയിലൂടെ ശിവഭഗവാൻ പറയുന്നത്, സംഗീതത്തിനുള്ളിലെ കേന്ദ്രലയത്തെ പിടിച്ചെടുത്ത് നിങ്ങൾ പൂർണ്ണമായ ഉണർവിലേക്ക് വരിക എന്നാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഞാനെന്ന ഒരൊറ്റ ചെറിയ ദ്വീപിലാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു വഞ്ചിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കെപ്പോഴും പരിമിതികളും സങ്കടങ്ങളും ഉള്ളത്. മനസ്സുള്ളിടത്തോളം കാലം നമുക്ക് പരിമിതമായിട്ടേ ജീവിക്കാൻ കഴിയൂ. എന്നാൽ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ ആ ഞാൻ എന്ന കൊച്ചു ബിന്ദു അലിഞ്ഞില്ലാതാകും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്ത് മാത്രമായിരിക്കില്ല, നമ്മൾ എല്ലായിടത്തുമായി മാറും. ധ്യാനത്തിലൂടെ ആ അനന്തത നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ജലഗണം സമുദ്രത്തിൽ ചെന്ന് വീഴുമ്പോൾ അത് സമുദ്രമായി മാറുന്നത് പോലെ പരിമിതമായ മനസ്സ് മാറി നമ്മൾ ആ അനന്തതയായി മാറും. അതുകൊണ്ട് ഇനിയൊരു സംഗീതം കേൾക്കുമ്പോൾ അതിൽ മയങ്ങിപ്പോകാതെ അതിൻ്റെ നട്ടലായ ആന്തരിക ലയത്തിലേക്ക് ജാഗ്രതയോടെ തുളച്ചു കയറുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ സത്യം തെളിയട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.